നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനമ്മ കാണുന്നില്ലല്ലോ മുത്തശ്ശി. ആ, മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചന്ദ്രികാമ്മ അവൾക്ക് പൈസ കൊടുക്കും. അത് വാങ്ങിക്കാൻ പോയിരിക്കുക. മോള് നോക്കിക്കോ, മോളെ ആശുപത്രി കൊണ്ടുപോകും, ചികിത്സിപ്പിക്കും, ഈ കാലൊക്കെ സുഖപ്പെടുത്തും. കേട്ടോ? എന്തായി? ഫോണിൽ പറഞ്ഞ സേഫ് അല്ലെന്ന് കരുതിയാ നേരിട്ട് വന്നത്. കുറുപ്പ് സാറ് സംശയം പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ. വന്ദനയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് രാജീവന്റെ സഹോദരി രാഖിയും സാഗറും തന്നെയാണ്. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. സാഗർ ശത്രുവിന്റെ ശത്രുമിത്രം എന്നല്ലേ ഒരു പഴഞ്ചൊല്ല്? നമ്മൾ രാഖിയും സാഗറുമായിട്ട് കൈകോർക്കുന്നു, ഒരു ചങ്ങാത്തം സ്ഥാപിക്കുന്നു. അല്ല, ഇതിൽ ഈ പാർട്ടി സെക്രട്ടറി അഭിപ്രായം എന്താ? ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയാൻ നിൽക്കണ്ട, ഇപ്പൊ വേണം പറ. അത് തന്നെയാണ് നല്ലത്. ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ ശത്രുവിനേക്കാൾ ഭയക്കണം വിശ്വാസം മുതലെടുത്ത് കാലുവാരുന്ന ബന്ധുക്കളെ. ഓ, അപ്പൊ പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചത് ജഗനെ ആയിരിക്കും അല്ലയോ? ഓ, ജഗൻ വരുന്നുണ്ട്. അല്ല, കണ്ടിട്ട് ഇവിടെ ഒരു ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോ ഞങ്ങള് സംസാരിച്ചതൊന്നും നീ കേട്ടില്ല എന്നർത്ഥം. ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതേതായാലും നന്നായി അല്ലടോ പാർട്ടി സെക്രട്ടറി. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ ചർച്ചാ വിഷയം? അല്ല, അത് പിന്നെ നമ്മുടെ ആലമൂട്ടിലെ അതിർത്തിക്കല്ലിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കശപിശ, അത്രേ ഉള്ളൂ. അതെ, അത് പിന്നെ ഈ അതിർത്തി കല്ലിന്റെ അല്ലല്ല ഈ കല്ലിന്റെ ചർച്ചയായിരുന്നു. കള്ളം, ശുദ്ധ കള്ളം. രാഷ്ട്രീയക്കാരനായിട്ടും സംശയം തോന്നാത്ത രീതിയിൽ കള്ളം പറയാൻ അച്ഛൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് വേറെന്തോ ചർച്ചയായിരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്നോടായിരുന്നു ചർച്ച ചെയ്യാറുള്ളത്. എന്നാ ഇപ്പൊ ചർച്ചകളെല്ലാം പാർട്ടി സെക്രട്ടറിയോടായി. അല്ല, ഞാൻ ഔട്ടായി പോവോ? അതെന്ത് ചോദ്യം മോനെ? അതിർത്തി പ്രശ്നം, കല്ല് കേസ് തുടങ്ങി അതുപോലത്തെ ചെറിയ ചെറിയ കേസുകൾ നിന്നെ അറിയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗൗരവമുള്ള പാർട്ടി പ്രശ്നങ്ങളാണെങ്കിൽ നിശ്ചയമായും ജഗനെ അറിയിച്ചിരിക്കും, അല്ലേ സെക്രട്ടറി? അതെ. നീ കൂടെ ഉണ്ടെങ്കിലേ ഈ കുറിപ്പിനൊരു ധൈര്യമാകൂ. അടവുകൾ അറിഞ്ഞ അർജുനനാണ് നീ. അതെ, അത് തന്നെയാണ് സത്യം. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ആവനാഴിയിലെ അമ്പ് തീരുമ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വരാം. എന്ത് സൂക്ഷിക്കണം. ആ കേസ് കുത്തിപ്പൊക്കാൻ മിടുക്കനായ ഒരു വക്കീലിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് വന്ദന. ആ കേസ് കോടതിയിലെത്തി അന്വേഷണത്തിനായി ഉത്തരവിട്ടാൽ അതിന്റെ വരുംവരായികളൊക്കെ അറിയാലോ അല്ലേ? അതുകൊണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. അവളുടെ പിറകെ ഒരു കണ്ണ് വേണം. അവളുടെ നീക്കങ്ങൾ അപ്പോ എന്നെ അറിയിക്കുകയും വേണം. മനസ്സിലായോ? അതിനെ വിശ്വസ്തരായ ആരെന്ന് വെച്ചാൽ ഏർപ്പാട് ചെയ്തോ. ശരി സാർ, എന്നാ ഞാൻ അതെ, പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ, എന്റെ മോളെന്നെ പിടിക്കൊന്നും വേണ്ട, മോള് വീടാതിരുന്നാ മതി. കേട്ടോ? വാ. മുത്തശ്ശി എന്തിനാ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്? വാ. പുറത്തെ ഒരു കർപ്പൂരമാവും ഞാൻ കാണിച്ചു തന്നില്ലേ? ആ മാവില് മുത്തശ്ശി മാധവനോട് പറഞ്ഞ് ഒരു ഊഞ്ഞാലിടും. എന്നിട്ട് ആ ഊഞ്ഞാലിലിരുന്ന് മോള് തെന്നി തെന്നി ആടുന്നത് മുത്തശ്ശിക്ക് കാണണം.
ഞാൻ എങ്ങനെയാ തെന്നി ആടുന്നത്? എന്റെ കാലിന് സുഖമില്ലല്ലോ. ഓ, മോളുടെ കാല് ചികിത്സിച്ച് ഭേദമാക്കുമല്ലോ. സുഖമായ കാലും വെച്ച് എന്റെ മോൾ ഊഞ്ഞാലാടുമ്പോ ഈ മുത്തശ്ശി എന്റെ മോക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തരും. എനിക്ക് പാട്ടൊന്നും വേണ്ട, കഥ പറഞ്ഞു തന്നാ മതി. മുത്തശ്ശി കഥ വരുന്നത് കേൾക്കാനേ നല്ല രസാ. കഥയെങ്കിൽ കഥ പോരെ? ആ മതി. എന്താ മുത്തശ്ശി? എന്റെ മോളോടൊപ്പം ഞാന് ഓടുന്നതിന്റെ ഊഞ്ഞാലാടുന്നതിന്റെ ഒക്കെ കാര്യം ഓർത്തുപോയി. വന്ദനമ്മയെ കാണുന്നില്ലല്ലോ മുത്തശ്ശി. ആ, മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചന്ദ്രികാമ്മ അവൾക്ക് പൈസ കൊടുക്കും. അത് വാങ്ങിക്കാൻ പോയിരിക്കുക. മോള് നോക്കിക്കോ, മോളെ ആശുപത്രി കൊണ്ടുപോകും, ചികിത്സിപ്പിക്കും, ഈ കാലൊക്കെ സുഖപ്പെടുത്തും. കേട്ടോ? ചുന്ദരി മോള്. എന്താ മോളെ വല്ലാതിരിക്കുന്നെ? ചന്ദ്രിക പൈസ തന്നില്ലേ? വസന്തി ചേർത്തുണ്ട്. മോള് വാ. ഓ, കൊച്ചിനെ കാണിച്ചേ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാനായിരുന്നു പരിപാടി. ഈ വസന്ത അതങ്ങ് പൊളിച്ചടിക്ക് കൈ കൊടുത്തു. ഈ വസന്ത ആരാ മോള്? ഈ ബാധ ഇതുവരെ പോയില്ലേ? അമ്മേ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? എന്താ മോളെ, വന്ദനയ്ക്ക് ചികിത്സയ്ക്കുള്ള പൈസ കൊടുത്തില്ലേ? എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? അതിനുള്ള മറുപടി ദേ ഇവള് പറയും. മോളെ, അത് ശരി. അപ്പൊ അമ്മ വന്ദനയ്ക്ക് സ്വർണം എടുത്തു കൊടുക്കാൻ പോയത് അച്ഛമ്മ കൂടി അറിഞ്ഞിട്ടായിരുന്നല്ലേ? അതേടി, ഒരു നല്ല കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു. നീ വലിഞ്ഞു കയറി വന്ന് അതും കൂടെ കുളവാക്കിയില്ലേ? തൃപ്തിയായല്ലോ നിനക്ക്? ഇനി പോയിക്കൂടെ? പോവാനേ എനിക്ക് മനസ്സില്ല. ഊണ് കഴിച്ചിട്ടേ പോന്നോളൂ. അല്ല പിന്നെ. ഓ എന്റെ അമ്മോ, ഇങ്ങനെ ഒരു തൊലിക്കെട്ടി. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുകളെത്താലേ അതും ഒരു തണല് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലു കൂടിയുണ്ട്. അച്ഛമ്മേ, അമ്മയുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ കരഞ്ഞു വിളിച്ച് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതെ, ഈ വസന്തയാ പറയുന്നത്. ഒന്ന് പോടി. പോവാ അടുക്കളയിലേക്ക്. എന്റെ പൊന്നെ, ഇതെന്തൊരു ജീവി! എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ, ആ കുഞ്ഞിന്റെ കാല് ഭേദമാക്കാനുള്ള വഴി തുറന്നു തന്നിട്ട് നീ തന്നെ അതങ്ങ് അടച്ചു കളഞ്ഞല്ലോ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.